ഹായ് ഹലോ എല്ലാവർക്കും വണക്കം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു റെസിപ്പിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ കുറെ കാലങ്ങളായിട്ട് തയ്യാറാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു റെസിപ്പിയാണിത്. പക്ഷെ ഇൻഗ്രീഡിയന്റ് ഇവിടെ എപ്പോഴും അവൈലബിൾ അല്ലാത്തത് കാരണം തയ്യാറാക്കാതിരുന്ന ഒരു റെസിപ്പി കൂടെയാണ്. ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളതും എന്താണെന്നുള്ളതും പലർക്കും ചിലപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മുരിങ്ങയില മുട്ടത്തോരനാണ്. ഇവിടെ മുരിങ്ങയില അങ്ങനെ എല്ലാ ടൈമിലും കിട്ടാറില്ല. പിന്നെ കാണുന്ന ടൈമിലാണെങ്കിലും അത് ഫ്രഷ് ആയിട്ട് ഉണ്ടാവാറില്ല. പിന്നെ ഇപ്പം നമുക്ക് ഈ മുരിങ്ങയില കിട്ടിയത് മണ്ണാർക്കാട് നിന്ന് ജിജുവിന്റെ അച്ഛനും അമ്മയും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു മിക്സി ജാറിലേക്ക് ഞാൻ ഒരു അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം കുറച്ച് ജീരകം, ഇത് നമ്മുടെ സാധാരണ ജീരകമാണ് കേട്ടോ, പെരിഞ്ജീരകം അല്ല. അതായത് ക്യൂമിൻ സീഡ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു തോരന് നല്ലൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത്. കോക്കനട്ടും കൂടെ ചേർത്ത ശേഷം മിക്സിയിൽ ഒരേ തവണയൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അല്ലാതെ പേസ്റ്റ് ആക്കി അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതി. അടുത്തതായിട്ട് ഒരു ഫ്രൈങ് പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാനിവിടെ എന്റെ കയ്യിൽ ചെറിയുള്ളി കുറവായിരുന്നത് കൊണ്ട് ഉണ്ടായിരുന്ന ചെറിയുള്ളിയും അതുപോലെ തന്നെ സവാളയും കൂടെ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം. അതല്ല ഇല്ലാന്നുണ്ടെങ്കിൽ സവാള മാത്രമായിട്ടും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തത്, വറ്റൽമുളക് എന്നിവ ചേർത്തിട്ട് സവോള നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. സവോള നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ ഓൾറെഡി 2-3 തവണ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില കാണാൻ കുറെ ഉള്ളത് നോക്കണ്ട കേട്ടോ, ചീരയൊക്കെ പോലെ തന്നെ ഇതൊന്ന് വാടി കഴിയുമ്പോൾ വല്ലാതെ കുറഞ്ഞു പോകും. മുരിങ്ങയില എല്ലാം കൂടെ ചേർത്ത ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇത് വല്ലാതെ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പം നമ്മുടെ മിക്സിങ് എല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോട്ടാക്കി എടുത്തപ്പോൾ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ സാധനം. ഇനി നമുക്ക് ഈ മുരിങ്ങയില ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഈ ഒരു പാനിന്റെ സൈഡിലായിട്ട് കുറച്ചുകൂടെ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഉപ്പും കുരുമുളകും ചേർത്ത് ഓൾറെഡി ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നാടൻ മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിന് കുറച്ച് യെല്ലോ കളർ കൂടുതലായിട്ട് തോന്നുന്നത്. മുട്ട ഒഴിച്ചു കൊടുത്ത ശേഷം 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ തന്നെ വെച്ചിരിക്കാം. അപ്പോഴാണ് നമുക്ക് വലിയ വലിയ പീസായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അത് മാത്രമല്ല എല്ലാ സ്ഥലത്തും നന്നായിട്ട് വെന്ത് കിട്ടുന്നതും അപ്പോഴാണ്. മുട്ടയെല്ലാം നല്ല രീതിയിലൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ സൈഡിൽ മാറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും കൂടെ ഇതിന്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോക്കനട്ട് ക്രഷ് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി മുരിങ്ങയില മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.